സൗദി അറേബ്യയിലേക്ക് പാകിസ്ഥാനികൾക്കും ബംഗ്ലാദേശികൾക്കും വിസ നിരോധിച്ചു എന്നുള്ള റിപ്പോർട്ട് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയതാണ്. എന്നാൽ അതിനുശേഷം പാകിസ്ഥാനികൾക്ക് അങ്ങേ അറ്റം നാണക്കേടുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സൗദിയിൽ നിന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അതായത് ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ എന്ന് പറഞ്ഞെത്തി ആ കർമ്മം അനുഷ്ഠിക്കാതെ അവിടെ ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന പാകിസ്ഥാനികളെ സൗദി അറേബ്യ പിടികൂടാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹജ്ജ് കർമ്മം എന്ന വ്യാജേന രാജ്യത്തെത്തി ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാനികൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി വരുന്നു എന്ന റിപ്പോർട്ടുകൾ സൗദിയിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ പാകിസ്ഥാനിലേക്ക് തന്നെ നാടുകടത്താനുള്ള നീക്കമാണ് നാടുകടത്താനുള്ള നീക്കമാണ് സൗദി അറേബ്യ ഇപ്പോൾ തുടങ്ങുന്നത്. അടുത്തിടെ നിരവധി പാകിസ്ഥാനികളെ ഇസ്ലാമാബാദിലേക്ക് തിരിച്ചയച്ചിരുന്നു. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേട് GCC രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വ്യക്തികൾ വിദേശത്തെ രാജ്യത്തിന്റെ പ്രശസ്തിക്ക് കളങ്കമുണ്ടാക്കുമെന്നും മതപരമായ ആവശ്യങ്ങൾക്കായി സൗദി അറേബ്യയിലേക്ക് പോകുന്ന യഥാർത്ഥ തീർത്ഥാടകർക്ക് ഇവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അവരെ കൊള്ളയടിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും സൗദി അറേബ്യ ഉന്നയിച്ചിരുന്നു. ഇതോടുകൂടിയാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നാണക്കേടുണ്ടായത്. എന്തായാലും സൗദി അറേബ്യയിൽ നിന്ന് 10 പേരെ ഇതിനോടകം ഇത്തരത്തിൽ വന്ന ആൾക്കാരെ നാടുകടത്തിയെന്ന റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഈ റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നത്. ഈ വ്യക്തികൾ ഉംറ വിസയിൽ യാത്ര ചെയ്തിരുന്നവരാണെങ്കിലും ഭിക്ഷാടനത്തിൽ പിടിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ FIA പറയുന്നത്. പാകിസ്ഥാൻ മാധ്യമമായ ദി എക്സ്പ്രസ് ട്രിബ്യൂണലിൽ നിന്നും വന്ന റിപ്പോർട്ട് അനുസരിച്ച് സൗദി അറേബ്യയിലേക്കുള്ള യാചകരുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് റിയാദ് ഇസ്ലാമാബാദിനോട് ആവർത്തിച്ച് ആശങ്കകൾ ഉന്നയിക്കുകയും അവർക്കെതിരെ കർശന നടപടികൾ എടുക്കണമെന്ന് പാകിസ്ഥാനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഭിക്ഷാടനത്തിനായി ഉംറ ഹജ്ജ് വിസകൾ ദുരുപയോഗം ചെയ്യുന്ന പാകിസ്ഥാനികൾക്കെതിരെ തന്റെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുമെന്ന പാകിസ്ഥാന്റെ മന്ത്രി മൊഹസിൻ നഖ്വി സൗദി അറേബ്യയ്ക്ക് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഉറപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നുള്ളത് വേറൊരു കാര്യമാണ്. ഫെബ്രുവരി 2 കറാച്ചി എയർപോർട്ടിൽ ഒരു സുപ്രധാന ഓപ്പറേഷൻ ഉംറയിലേക്ക് പോകാൻ ശ്രമിച്ച നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായി FIA പ്രഖ്യാപിച്ചു. എന്നാൽ പകരം ഭിക്ഷ യാചിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഇവർ സൗദി അറേബ്യയിൽ മാസങ്ങളോളം ഭിക്ഷാടനത്തിനായി അവിടെ ഉണ്ടായിരുന്നുവെന്നും അറിയാനായിട്ട് സാധിക്കുന്നു. വിമാനത്താവളങ്ങളിലെ ഇമിഗ്രേഷൻ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും പുറത്തേക്ക് പോകുന്ന യാത്രക്കാരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് FIA ഇപ്പോൾ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും പിടിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകും എന്നും സൗദി പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.